ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്രേസി വെജ്. ഇത് നമ്മൾ 3 രീതിയിലുള്ള ചട്നീസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് പറയുന്നത്. അതിന് ആദ്യം നമുക്ക് തേങ്ങാ ചട്നി എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അതിലേക്ക് ഒരു 3/4 കപ്പ് തേങ്ങ തിരുമിയത്, 6-7 ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, പിന്നെ 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി കഷ്ണങ്ങളാക്കിയത്, ഒരു 4-5 കറിവേപ്പിൻ്റെ ഇല. ഇത്രയും കൂടി നന്നായിട്ട് മിക്സിയിൽ ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് മുളക് പൊടിക്ക് പകരം വേണമെങ്കിൽ ഒരു 2-3 പച്ചമുളക് അരയ്ക്കാം. അങ്ങനെയാണെങ്കിൽ വെള്ള കളറിലുള്ള ചമ്മന്തി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒരു 2 ടീസ്പൂൺ ഒഴിക്കാം. അതിലേക്ക് 3 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതും, 1/2 ടീസ്പൂൺ കടുകും, ഒരു 2 വറ്റൽ മുളകും, പിന്നെ ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കടുക് ഒന്ന് പൊട്ടി വരുന്നവരെ ചെറിയ തീയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടും, പിന്നെ ആ ജാറ് കഴുകിയ ശേഷം ഒരു 3/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് ചെറിയ തീയിൽ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പം തേങ്ങയുടെ ആ ഒരു ഇത് തിളയ്ക്കാൻ പാടില്ല, നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാകാൻ മാത്രം മതി. ചൂടാകുമ്പോഴത്തേക്കും നമ്മുടെ ചട്നി തയ്യാറാവും. അടുത്തത് ഗ്രീൻ ചട്നിയാണ്. ഗ്രീൻ ചട്നിക്ക് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ തിരുമിയത് വേണം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിയിലയും പുതിനയിലയുമാണ്. രണ്ടും തുല്യ അളവിലെടുക്കുക. ഞാനിവിടെ 1/4 കപ്പ് പുതിനയിലയും 1/4 കപ്പ് മല്ലിയിലയും എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി വേണം. പിന്നെ 2 പച്ചമുളക്. അപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം വേണമെങ്കിൽ നമുക്ക് കൂട്ടിയെടുക്കാം. ഇത്രയും കൂട്ടി നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അതിന് അരയ്ക്കുന്ന സമയത്ത് 1/4 കപ്പ് ഒരു ആവശ്യത്തിന് ഉപ്പിടുക, ഒരു 1/4 ടീസ്പൂണോളം ഉപ്പിടുക. അതിൻ്റെ കൂടെ ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ തേങ്ങാ ചട്നി, ഗ്രീൻ ചട്നി തയ്യാറായിട്ടുണ്ട്. അടുത്തത് ടൊമാറ്റോ ചട്നിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 6-7 വെളുത്തുള്ളി, വലുതാണ്, ചെറുതാണെങ്കിൽ ഒരു 10-12 എണ്ണമൊക്കെ എടുക്കാം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ടിട്ട് ആ ഉഴുന്ന് പരിപ്പ് ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ സവാളയാണെങ്കിൽ 2 എണ്ണം എടുക്കാം. വെള്ളമൊക്കെ വറ്റി സവാള നല്ല ഗോൾഡൻ കളർ ആവുന്നവരെ ചെറിയ തീയിൽ വഴറ്റി കൊടുക്കാം. അതിലേക്ക് 3 വലിയ തക്കാളി, നന്നായിട്ട് പഴുത്ത തക്കാളിയാണ്, കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 6-7 മിനിറ്റ് വേവിക്കാം. എന്നിട്ട് തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടഞ്ഞ് വരണം. അപ്പോൾ ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിന് മിക്സ് ചെയ്ത ശേഷം അടച്ച് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത ശേഷം മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത്. ഇനി താളിക്കാനായിട്ട് 1 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക ഒരു പാനിലേക്ക്. അത് ചൂടാവുമ്പം 1/2 ടീസ്പൂൺ കടുകും, ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇടുക. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ തക്കാളിയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കാതെയാണ് നമ്മൾ അരയ്ക്കേണ്ടത്. അതുപോലെ വെള്ളം ചേർക്കാതെയാണ് ഈ ചട്നി തയ്യാറാക്കുന്നത്. നമുക്ക് ആവശ്യമാണെങ്കിൽ ഒരു 2 ടീസ്പൂൺ വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അരയ്ക്കുന്ന സമയത്തും ചേർക്കാം. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള 3 തരം ചട്നീസ് തയ്യാറായിട്ടുണ്ട്. താങ്ക് യു.